ബഹുഭൂരിപക്ഷം അമുസ്ലിമീങ്ങളുള്ള ഒരു രാജ്യത്ത് ഇസ്ലാമിക ചിന്തകൾക്കനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക, ഒരു മുസ്ലിമായി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് അതൊരു വലിയ നിഅമത്താണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പോലും ആദ്യ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരു കറകളഞ്ഞ മുസ്ലിമായി ജീവിക്കാൻ ശത്രുക്കൾ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതും ഈ സമയത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ നൽകപ്പെട്ട ഇസ്ലാം എന്ന അനുഗ്രഹം തീർച്ചയായും അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നൽകപ്പെട്ട ഏതൊരു അനുഗ്രഹങ്ങളെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ മുൻപിൽ ഒരു ബഹുഭൂരിപക്ഷമുള്ള അമുസ്ലിമീങ്ങൾക്കിടയിൽ അവനവന്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് വിശ്വസിക്കേണ്ടവരാണ് ഓരോ മുസ്ലിം സമൂഹവും. ഈ സ്വതന്ത്ര രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ചില ചിന്തകളുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്. കാരണം ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നവസ്ഥകളിലാണ്. ഒന്ന്, ദാറുസ് ഇസ്ലാം, പൂർണ്ണമായും ഇസ്ലാമിന് കീഴ്പ്പെട്ട രാജ്യങ്ങൾ, ഇസ്ലാമിക ഭരണകൂടം, ഇസ്ലാമിക ശരീഅത്ത്, ആ ശരീഅത്തിനും ഭരണകൂടത്തിനും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടർ ഇന്ന് മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാമായി ജീവിക്കുന്നു. മറ്റൊരു കൂട്ടർ ദാറുൽ ഹർബ്, ഇസ്ലാമിനെ അടുപ്പിക്കാത്ത ഇസ്ലാമിക വിരുദ്ധരായ രാജ്യങ്ങൾ, ഇസ്ലാമിനെ യാതൊരു നിലക്കും അംഗീകരിക്കുകയോ ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയോ ചെയ്യാത്ത ചില രാജ്യങ്ങൾ, അതല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർ. മൂന്നാമത്തൊരു വിഭാഗം ദാറുസ് സുൽഹി ദഅവത്തുൽ അഹദ്, ഇസ്ലാമിക രാജ്യമല്ലെങ്കിലും മതസ്വാതന്ത്ര്യമുള്ള പ്രദേശം, ഓരോ മതങ്ങൾക്കും ആ മതത്തിന്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ, അവരുടേതായ ആരാധന ആദർശത്തിനനുസരിച്ച് മുൻപോട്ട് പോകാൻ അനുവാദം നൽകപ്പെടുന്ന ഭരണകൂടമുള്ള രാജ്യങ്ങൾ. ഇതിൽ മൂന്നാമതായി സൂചിപ്പിക്കപ്പെട്ട ദാറുൽ സുൽഹി ദഅവത്തുൽ അഹദ്, ഇസ്ലാമിക പ്രബോധനത്തിനും ഇസ്ലാമിക ചിന്തകൾക്കും അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട രാജ്യമാണ് ഇന്ത്യ എന്ന മഹാരാജ്യം. ആരാധനാ സ്വാതന്ത്ര്യമുള്ള നാട്, അവനവന്റെ വിശ്വാസത്തിനനുസരിച്ച് മുൻപോട്ട് പോകാൻ ഭരണകൂടം അനുവാദം നൽകുന്ന നാട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക ചരിത്രത്തിലൂടെയും ഒരു കാലഘട്ടത്തെ പറ്റി പരിചയപ്പെടുത്തപ്പെടുമ്പോ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വമാ നസ്തതീഉ അൻ നതൂഫ ബിൽ ബൈത്തി വനുസല്ലി. ഞങ്ങൾക്ക് പരസ്യമായി കഅബാലയം തവാഫ് ചെയ്യാനോ നമസ്കരിക്കാനോ സാധിക്കുമായിരുന്നില്ല. ഏതുവരെ? ഹത്താ അസ്ലമ ഉമർ. ഉമർ ഇസ്ലാം സ്വീകരിക്കുന്ന സമയം വരെ ഞങ്ങൾക്കൊന്നും പരസ്യമായി നമസ്കരിക്കാൻ പറ്റിയിട്ടില്ല, കഅബാലയം തവാഫ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ആ കാലഘട്ടത്തിലെ മക്കയിലെ ഖുറൈശ് ഗോത്രങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളും ബഹുദൈവ വിശ്വാസികളായിരുന്നു. മരിച്ചുപോയ ജാറത്തിങ്കലേക്ക് പ്രാർത്ഥന നടത്തുകയും മരണപ്പെട്ടു പോയ ആളുകളോട് പ്രാർത്ഥന തേടുകയും കല്ലുകളെയും ബിംബങ്ങളെയും ഇബ്രാഹിം നബിയുടെ പ്രതിമകളെയും ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയിരുന്ന പുണ്യപുരുഷന്മാരുടെ കബറുകൾ കെട്ടിപ്പൊക്കി ആരാധന നടത്തിയിരുന്ന ആ കാലഘട്ടത്തിലായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്കയിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശരിയായ രീതി അന്ന് ആ കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നു. അന്ന് കഅബാലയം ചിലർ തവാഫ് ചെയ്തത് പുരുഷന്മാര് പകല്, സ്ത്രീകൾ രാത്രി. അതെങ്ങനെ? പൂർണ്ണ നഗ്നരായിക്കൊണ്ട് അവര് നമസ്കരിച്ചിരുന്നു. പക്ഷേ സുഖാറ, കള്ളുകുടിച്ച് നിസ്കരിക്കാൻ വരും, ലഹരി ഉപയോഗിച്ച് നമസ്കരിക്കാൻ വരും. ഇസ്ലാമിന്റെ പൂർണ്ണമായ നിലക്ക് ഒരു ഇബാദത്ത് ചെയ്യാൻ നുബുവത്ത് കിട്ടിയതിന്റെ ആദ്യ കാലഘട്ടത്തിൽ
അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തിനും സാധിച്ചിട്ടില്ല. ഏതുവരെ? ഹത്താ അസ്ലമ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന സമയം വരെ. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് ആരെയും ഭയക്കാതെ നമസ്കരിക്കാനും അവനവന്റെ ആദർശത്തിനനുസരിച്ച് ജീവിക്കാനും സാധ്യമാകുന്ന ഒരു രാജ്യം, ഒരു നാട് നമുക്ക് ഉടമപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ, ഈ രാജ്യത്തും ഈ പ്രദേശത്തും നമുക്ക് സ്വാധീനമുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ തിരിച്ചറിയേണ്ട ചില വസ്തുതകളുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്വാധീനം, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോകാനുള്ള ഒരു ചുറ്റുപാട് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുന്ന, റബ്ബ് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ പറ്റി വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർളി, അതായത് പ്രവാചകരെ, അവർക്ക് ഞാൻ ഭൂമിയിൽ സ്വാധീനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ ഇബാദത്തനുസരിച്ച് ജീവിക്കാൻ അവർക്ക് ഞാൻ സ്വാധീനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അഖാമുസ്സലാത്ത, അവരോട് നമസ്കരിക്കാൻ പറയണം. ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ നേരിടുന്ന വിഷയത്തെക്കുറിച്ച് ഒരുപാട് ആശങ്കപ്പെട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ 5 വക്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ല. ലോകത്തുള്ള പട്ടിണിയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും ഫലസ്തീനിൽ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ചും, എന്തിന് കേരളത്തിലെയും ഇന്ത്യ മഹാരാജ്യത്തും മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വേർതിരിവിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാനും പഠിക്കാനും സാധിക്കുമെങ്കിലും അഖാമുസ്സലാത്ത, ഏത് വിഷയത്തിൽ അഭിപ്രായം പറയുന്നവനും 5 വക്ത് നിസ്കരിക്കാൻ നേരം കിട്ടുന്നില്ല. അവന്റെ സോഷ്യൽ മീഡിയ ഉപയോഗം നിർത്തിവെച്ചവന് ജമാഅത്ത് പങ്കെടുക്കാൻ പറ്റുന്നില്ല. അവരോട് പറയണം, റസൂലേ, അവർക്കുള്ള സ്വാധീനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അഖാമുസ്സലാത്ത, 5 വക്ത് നിസ്കരിക്കണം, നമസ്കാരം നിലനിർത്താൻ അവരോട് പറയണം. വആത്തുസ്സകാത്ത, സകാത്ത് കൊടുക്കാനും അവരോട് പറയണം. വഅമറു ബിൽ മഅറൂഫി, സദാചാര നന്മകൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറയണം. വനഹൗ അനിൽ മുൻകരി, ദുരാചാരത്തെ തൊട്ട്, വെറുക്കപ്പെട്ട കാര്യത്തെ തൊട്ട് തടയാനും അവരോട് നിങ്ങൾ പറയണം. ഇതാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ, മതേതര ഭാരതത്തിൽ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ നിലപാട്. നമസ്കരിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ സകാത്ത് കൊടുക്കുക, സദാചാരം കൽപ്പിക്കുക, ദുരാചാരത്തെ തൊട്ട് തടയുക. ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ചെയ്യുന്ന ദുരാചാരങ്ങൾ തന്നെ തടയുക എന്നുള്ളത് ഈ രാജ്യത്ത് ഈ വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ ബാധ്യതയാണ്. ഇന്ന് മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യുന്ന ഒരുപാട് വൃത്തികേടുകളുണ്ട്. അതിനേക്കാളേറെ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ചെയ്യുന്ന വെറുക്കപ്പെട്ട കാര്യങ്ങൾ, മതത്തിലില്ലാത്ത വിഷയങ്ങൾ, ആദർശപരമായി മൗലൂദ് പോലെ, റാത്തീബ് പോലെ, കൂട്ടപ്രാർത്ഥന പോലെ, ആണ്ടുപോലെ മതത്തിൽപ്പെടാത്ത വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങൾ ചെയ്യുന്ന വിവാഹരംഗത്തുള്ള തോന്നിവാസങ്ങൾ, അബദ്ധങ്ങൾ, വസ്ത്രരംഗത്തുള്ള വൃത്തികേടുകൾ, ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങളാ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. സ്വാഭാവികമായും ഈ വൃത്തികേടുകൾ ചെയ്യുന്ന മുസ്ലിം സമൂഹത്തോട് ഇതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോ പലരും തിരിച്ചു പറയുന്നൊരു വാക്കെന്താ? ഇത് ഞങ്ങളുടെ റൈറ്റാ, അതിന് ഇന്ത്യ മഹാരാജ്യം ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട്, എനിക്കിങ്ങനെ ധരിക്കാൻ പറ്റൂ. ശരീരം മറയ്ക്കാത്ത പെണ്ണുങ്ങളോടും, ശരീരം മറയ്ക്കാതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പെണ്ണുങ്ങളോടും, കുടുംബത്തിൽ വൃത്തികേടുകൾ കാണിച്ച് ബ്രൈറ്റ് ടു മീ, സേവ് ദി ഡേറ്റ് പോലെയുള്ള കല്യാണ മാമാങ്കങ്ങളും വിവാഹത്തോടനുബന്ധിച്ചുള്ള പാട്ടും കൊയലൂത്തും ഗാനമേളകളെ പറ്റിയൊക്കെ പറയുമ്പോ ചില ആളുകൾ ന്യായീകരിച്ചുകൊണ്ട് പറയും, അത് ഞങ്ങളുടെ റൈറ്റാ, ഞങ്ങൾക്കതിന് അവകാശമുണ്ട്. ശരിയാ, എങ്കിൽ അവർക്കതിനുള്ള റൈറ്റ് പോലെ തന്നെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട റൈറ്റ് അത് അംഗീകരിക്കാത്ത ആളുകൾക്കുമുണ്ട്. കാരണം എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന പെൺമക്കൾ അത് ശരിയല്ല എന്നെനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കുടിച്ചു കൂത്താടുന്നവരും വൃത്തികേട് കാണിക്കുന്നവരും അവരുടെ ചിന്തകൾക്കനുസരിച്ച് പോകുന്നവരാണെന്നും അതൊരിക്കലും ശരിയല്ല എന്നും, മറിച്ചൊരു ഇസ്ലാമിക കുടുംബം ഇങ്ങനെയാവണമെന്ന് അവർക്ക് അവരുടെ സ്വഭാവം അംഗീകരിച്ച് മുൻപോട്ട് പോകാൻ അനുവാദം കൊടുക്കുന്ന പോലെ തന്നെ ഈ രാജ്യത്ത് അത് തെറ്റാണെന്ന് പറയാനും ചൂണ്ടിക്കാണിക്കാനും അത് അംഗീകരിക്കാത്ത ആളുകൾക്കും റൈറ്റ്സ് ഉണ്ട്. അത് പറയാൻ പാടില്ല, ഇത് പറഞ്ഞേ പതിയാകൂ എന്ന് ചില വിഷയത്തിൽ ഒരിക്കലും നിർബന്ധ ബുദ്ധി ഇസ്ലാമോ മനുഷ്യരോടോ കൽപ്പിച്ചിട്ടില്ല. എന്തേ പറയുന്നുള്ളൂ? വനഹൗ അനിൽ മുൻകർ, ആ ദുരാചാരത്തെ തൊട്ട് നിങ്ങൾക്ക് തടയാൻ സാധിക്കണം.
ഇന്ന് ഈ സമൂഹത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ ഇസ്ലാം ഒരിക്കലും അസഹിഷ്ണുതയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. പലരും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും ഇസ്ലാം അസഹിഷ്ണുതയാ, ശരീരം മറയ്ക്കാത്ത പെണ്ണിനെ പുറത്തേക്കിറക്കുന്ന ആളുകളെ ന്യായീകരിക്കും. ഇപ്പം വരും ചില മദ്രസ പൊട്ടന്മാര്, പർദ്ദടിക്കണം, തലമറയ്ക്കണം, മാറുമറയ്ക്കണം, കല്യാണപ്പുരയിൽ അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞു വരും. എന്ന് പറയുന്നവരോട് നമുക്ക് പറയാൻ പറ്റണം, ഇസ്ലാം സ്നേഹമാണെന്നും ഇസ്ലാം കാരുണ്യമാണെന്നും അമുസ്ലിമീങ്ങളെ കണ്ടാൽ പോലും അവരെ കൊല്ലാനല്ല, അവൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന്, ഉറുമ്പ് കൂട്ടങ്ങളോട് പോലും കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ച മതമാണെന്ന്, രാജ്യത്തിന്റെ അഖണ്ഡതക്കും രാജ്യത്തിന്റെ സമാധാനത്തിനും രാജ്യസുരക്ഷയ്ക്കും കോട്ടം വരുത്തുന്ന ഒന്നും ഒരു മുസ്ലിം സമൂഹത്തിന്റെ അടുത്തു നിന്നുണ്ടാകാൻ പാടില്ല. കാരണം പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടം, മതേതര ഭാരതം മതഭിന്നതയുടെ പേരിൽ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാ. മതങ്ങളെ തമ്മിലടുപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി ഫാസിസക്കാരന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന ഫാസിസ ചിന്താഗതിക്കാര് ഈ സമൂഹത്തിൽ ഏറെ വേർതിരിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തോളോട് തോൾ ചേർന്ന് ജീവിച്ചിരുന്ന മുസൽമാനും ക്രിസ്ത്യനും അല്ലെങ്കിൽ ഹിന്ദുവും ഇന്ന് പരസ്പരം വെറുപ്പോടെ നോക്കിക്കാണുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഈ രാജ്യത്തിന്റെ നിയമത്തിന് ഏതെങ്കിലും അർത്ഥത്തിൽ വേർതിരിവുള്ളത് കൊണ്ടല്ല. ഈ രാജ്യം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ മതങ്ങൾക്കും ആ മതത്തിന്റെ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാം, അവരുടെ ആരാധനാകർമ്മങ്ങൾ ചെയ്യാം. പിന്നെങ്ങനെയാ ഇന്ത്യ മഹാരാജ്യത്ത് ഭിന്നതയുണ്ടായത്? ഇത്തരത്തിലുള്ള ഫാസിസ ചിന്താഗതിക്കാർ തമ്മിലടിപ്പിക്കാൻ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വർഗീയ വിഷം പ്രകടിപ്പിക്കുന്ന ആളുകളായി മാറി. ആ വർഗീയ വിഷം പ്രകടിപ്പിക്കുന്നവർ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല, അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ആ വർഗീയ വിഷം ചിന്തുന്ന ആളുകളെ അകറ്റി നിർത്താൻ ഓരോ വിശ്വാസിക്കും സാധിക്കേണ്ടതുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിമീങ്ങളെ വേർതിരിവോടെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ വർഗീയതയുണ്ടാക്കുന്നുണ്ടെങ്കിൽ, എന്റെ നേതാവിന് വേണ്ടി എന്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും മൗനിയാവാൻ പാടില്ല. എന്റെ സമൂഹത്തിൽ ആ വേർതിരിവുണ്ടാക്കുന്ന പാർട്ടികളെ കൈയൊയ്യാൻ ഓരോ സമൂഹവും തയ്യാറാകണമെന്നും നിർഭയത്വത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. മഹാനായ ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ കഅബാലയം നിർമ്മിച്ച് ആ രാജ്യത്ത് തൊട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. റബ്ബേ, ഞങ്ങളുടെ നാടിനെ നീ ഒരു നിർഭയത്വത്തിന്റെ നാടാക്കി മാറ്റണം. ഇന്ന് ഈ രാജ്യത്തെ തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതും അത് തന്നെയാ. അള്ളാഹുവിന്റെ തിരുദൂതൻ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ മക്കയുടെ അതിരിൽ കയറി നിന്ന് മക്ക എന്ന രാജ്യത്തെ നോക്കി കണ്ണുനീരോടെ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പ്രിയപ്പെട്ട മക്ക, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നിന്റെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ എന്നെ ആ നാട്ടിൽ നിന്നും ആട്ടിപ്പായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും മക്ക നിന്നെ വിട്ട് ഞാൻ പോകില്ലായിരുന്നു എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച, സ്നേഹം പ്രകടിപ്പിച്ച അതേ പ്രവാചകന്റെ അനുയായികൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് പറയാൻ പറ്റണം, പ്രിയപ്പെട്ട ഇന്ത്യ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നതോടൊപ്പം ഈ രാജ്യത്ത് വർഗീയത പടർത്തുന്ന ഫാസിസത്തെയും വർഗീയത പടച്ചുവിടുന്ന വിഭാഗീയ വിശ്വാസത്തെയും വേർതിരിവുകളെയും തീവ്രവാദത്തെയും ഞങ്ങൾ വെറുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തിനിടയിൽ ഏത് കാലഘട്ടത്തിലും ഈ തൊട്ടടുത്ത കാലങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞും ആളുകൾ മുസ്ലിമീങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് ഹരം കിട്ടണമെങ്കിൽ മുസ്ലിം പേരുകൾ ആളുകൾക്കുണ്ടാവണം. ആ മുസ്ലിം പേരുകൾ കണ്ടാൽ അതൊരു സെൻസേഷൻ ന്യൂസായി മാറുന്നു. ആളുകൾക്ക് അതൊരു അലർജിയായി മാറുന്നു. ആളുകൾക്ക് മുസൽമാന്റെ തലപ്പാവ് തീവ്രവാദത്തിന്റെ തലപ്പാവാകുന്നു. മുസ്ലിം സമൂഹത്തിന്റെ താടി രോമങ്ങൾ ഭീകരവാദത്തിന്റെ അടയാളങ്ങളായി മാറുന്നു. ഒരു ഭാഗത്ത് സന്യാസിത്വത്തിന്റെ താടികൾ കാരുണ്യത്തിന്റെ താടികളായി മാറുമ്പോ എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിന്റെ താടി ഭീകരവാദത്തിന്റെ താടിയായി മാറുന്നത്? ഒരു ഭാഗത്ത് കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം കാരുണ്യത്തിന്റെ വസ്ത്രമായി മാറുമ്പോ മുസ്ലിം പെണ്ണുങ്ങൾ തലമറയ്ക്കുന്നത് കലാലയങ്ങളിൽ പോലും നിരോധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് മാറുന്നു? കാരണം ഒന്നേയുള്ളൂ, ഇസ്ലാമോഫോബിയ ബാധിച്ച് ഇസ്ലാമിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ഫാസിസ ചിന്താഗതിക്കാര് ഈ ഇന്ത്യ മഹാരാജ്യത്തും
അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പേരുകൾ മുസ്ലിമാണോ ആളുകൾക്ക് വേർതിരിവുണ്ടാവാൻ തുടങ്ങി. അതുകൊണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഒരു സാധു മുസൽമാൻ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോ അടുത്തിരിക്കുന്ന ഒരു ആളുടെ ശരീരത്തിൽ തൊട്ടുപോയി എന്ന കാരണത്തിന്റെ പേരിൽ ചെവിക്കല്ല് നോക്കി തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണമേയുള്ളൂ, വിഭാഗീയതയും വർഗീയതയും. അത്രമാത്രം ഇന്ത്യ എന്ന രാജ്യത്തെ ചില ആളുകളുടെ ഹൃദയത്തിൽ ഫാസിസക്കാരന് കുത്തിവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾക്കല്ല, ഇവിടത്തെ ക്രിസ്ത്യാനികൾക്കല്ല, ഫാസിസക്കാരന് തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെമ്മായയുടെ മനസ്സുമായി ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഫാസിസക്കാരന്റെ പ്രവൃത്തിയുടെ പരിണിത ഫലമാണ് മുസൽമാന്റെ ചെവിക്കല്ലി നോക്കി തല്ലിയാൽ അവന് സ്വീകരണം കിട്ടുന്നു എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചത്. ചിന്തിച്ചു നോക്കൂ, കേരളത്തിൽ ഒരു സ്ത്രീധനത്തിന്റെ കൊല വന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അത് തുടക്കത്തിൽ ഒരു വാർത്തയല്ലായിരുന്നു. പക്ഷെ പേര് ഒരു മുസൽമാന്റെ പേരായപ്പോ, പേര് ഒരു കോഴയുടെ പേരായപ്പോ ആളുകൾക്കത് ഛർദ്ദിക്കാൻ എളുപ്പമായി. ആ ഛർദ്ദിക്കുന്നത് കേട്ടവർ ആസ്വദിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്നാൽ മുസ്ലിം പേരില്ലെങ്കിൽ ഒരു വിഷയത്തിലും ഒരു ഗുമ്മില്ല എന്ന അവസ്ഥയിലേക്ക് എത്തി. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചത് 40 വയസ്സുകാരൻ ഇതര മതക്കാരനാണെങ്കിൽ ഒരു രാഷ്ട്രീയ ചാനലുകാരനും വരുന്നില്ല. പക്ഷെ പീഡിപ്പിച്ചത് മുസ്ലിം പേരാണെങ്കിൽ ആളുകൾക്ക് മദ്രസ പൊട്ടത്തരമായി, മദ്രസകൾ ഭീകരവാദ കേന്ദ്രങ്ങളായി, മദ്രസകൾ തോന്നിവാസത്തിന്റെ പ്രകൃതിവിരുദ്ധ ശാലകളായി അവരത് അവതരിപ്പിക്കാൻ തുടങ്ങി. ഇതിനേക്കാളേറെ പീഡനങ്ങളും ഇതിനേക്കാളേറെ ബാലഹത്യകളും ഇന്നും പല നാടിന്റെയും മണ്ണിനടിയിൽ ഇപ്പോഴും മാന്തിയെടുക്കുന്ന ശവത്തിന്റെ തലയോട്ടികൾ 40 കവിഞ്ഞപ്പോ ആളുകൾക്കത് ചർച്ച ചെയ്യാനില്ല. ചർച്ച വരുന്നത് മദ്രസയെ കുറിച്ച് മാത്രം, ചർച്ച വരുന്നത് ദീനീ വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിലേക്ക് മാത്രം. ലഹരി പിടിക്കുന്നത് ഏതെങ്കിലും പേര് മറ്റുള്ളവന്റേതാണെങ്കിൽ ആളുകൾക്ക് ചർച്ചയില്ല, മുസൽമാന്റേതാണെങ്കിൽ ചർച്ചയുണ്ടാവിനു. എന്തിനേറെ ഒരാടിനെ ലൈംഗികമായി പീഡിപ്പിച്ച വാർത്ത കേൾക്കുമ്പോ പോലും അത് മുസ്ലിം അല്ലെങ്കിൽ കേരളത്തിൽ ഒരു മാധ്യമക്കാരനും അത് ചർച്ചക്ക് വേണ്ട. മുസ്ലിം ആണെങ്കിൽ ഒരാഴ്ച അവനത് ചർച്ചയായി കൊണ്ടു നടക്കുന്നു. അമ്പലങ്ങളിലും ചർച്ചകളിലും പൊട്ടിത്തെറിച്ച് 2-3 പേരെ കൊന്നവൻ മാനസിക രോഗിയായി മാത്രം ചിത്രീകരിക്കപ്പെടുന്നു. എന്നാൽ മറ്റേതെങ്കിലും ആളുകൾക്കിടയിൽ പൊട്ടിത്തെറിക്കുന്നവൻ ഇസ്ലാമിക ഭീകരവാദിയായി മാത്രം ചിത്രീകരിക്കപ്പെടുന്നു. ഇവിടെ നമുക്ക് വേണ്ടത് നീതിയ. എന്തിന്റെ നീതി? ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുത്തവർക്ക് കിട്ടേണ്ട നീതി, ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തവർക്ക് കിട്ടേണ്ട നീതി. മുസ്ലിം സമൂഹത്തിൽ ഒരു ന്യൂനപക്ഷവും ഭൂരിപക്ഷ ഫാസിസവും ചേർന്നൊടുക്കുന്ന ഇസ്ലാമിനെതിരെ, രാജ്യത്തിനെതിരെ നടത്തുന്ന ഒരു ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തെയും ഇസ്ലാം ന്യായീകരിച്ചിട്ടില്ല, ഇന്ത്യൻ മുസ്ലിമീങ്ങളും ന്യായീകരിച്ചിട്ടില്ല. കാരണം ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് താമസിക്കുന്ന നാടിനെതിരെ ഏതെങ്കിലും വിഭാഗീയതയോ വേർതിരിവോ അസഹിഷ്ണുതയോ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിന്റെ പേരിൽ ചേർക്കപ്പെടേണ്ടവനല്ല. അവൻ ബോംബെയിൽ ചെന്ന് മരിച്ചാലും, കാർഗിൽ ചെന്ന് മരിച്ചാലും, ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി പൊട്ടിത്തെറിച്ചാലും ആർജവത്തോടൊരു മുസൽമാന് പറയാൻ പറ്റും, ലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല. അതുകൊണ്ടാ ബോംബെയിൽ ചെന്ന് പൊട്ടിത്തെറിച്ചവന്റെ മയ്യത്ത് എനിക്ക് കാണണ്ട എന്നും, ആ മകനെ എന്റെ പേരിലേക്ക് കൂട്ടിച്ചേർക്കണ്ട എന്നും, ആ മകന്റെ മയ്യത്തോ അവന്റെ മറമാടുന്ന സ്ഥലമോ എനിക്ക് കാണണ്ട എന്നും ഒരു മാതാവ് ആർജവത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുസൽമാന്റെ വിശ്വാസമാ. അതിനർഹതയുണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹങ്ങൾക്ക്. കാരണം ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഒരിക്കലും രാജ്യത്തിനെതിരല്ല, ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരല്ല, ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും നിയമസാധുതകൾക്കെതിരല്ല. ഈ രാജ്യത്തെന്നും പ്രതീക്ഷയോടെ കാണുന്നവരാ ഓരോ മുസ്ലിമീങ്ങളും. എന്തിന്റെ പ്രതീക്ഷ? നൽകപ്പെടേണ്ട ആനുകൂല്യം കിട്ടുമെന്ന്, ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുത്തവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുമെന്ന്. മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യനും തോളോട് തോൾ ചേർന്ന് നേടിയെടുത്ത ഈ രാജ്യത്തിന്റെ അഖണ്ഡത, രാജ്യസുരക്ഷ, അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഈ 79 കൊല്ലവും ഈ രാജ്യത്തിന് വേണ്ടി സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി പണിയെടുക്കുന്നവരാ യഥാർത്ഥ മുസ്ലിമീങ്ങൾ, യഥാർത്ഥ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ഒരു അംഗത്വത്തിന് മനസ്സിലിരുത്തിക്കൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ പരമോന്നതമായ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ മനസ്സു തൊട്ട് പറയാൻ പറ്റും, എന്റെ രാജ്യം സുന്ദരമാ. ജയ് ഹിന്ദ് എന്ന് മനസ്സു തൊട്ടൊരു മുസൽമാന് പറയാൻ പറ്റും.
അതൊരാളും നിർബന്ധിച്ച് വിളിപ്പിക്കേണ്ടതല്ല, നിർബന്ധിച്ച് പറയിപ്പിക്കേണ്ടതുമല്ല. രാജ്യത്ത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ നമുക്കുറപ്പിച്ച് പറയാം, ഈ രാജ്യം നമ്മളുടേത് കൂടിയ. ഈ രാജ്യത്തിന് നമുക്കുള്ള ഉത്തരവാദിത്വം രാജ്യം നേരിടുന്ന ഭീകരവാദ, തീവ്രവാദ, വർഗീയതക്കെതിരെ, രാജ്യം നേരിടുന്ന അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ, രാജ്യം നേരിടുന്ന അമിതമായ അല്ലെങ്കിൽ ഒരു വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ലഹരിക്കെതിരെ ഒരുമിച്ചൊത്തൊരുമിച്ച് പോരാടാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ രാജ്യസ്നേഹവും രാജ്യത്തോടുള്ള ആദരവും പ്രകടിപ്പിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുക. അങ്ങനെ ചിന്തിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. രാജ്യം അതിന്റെ 79ാമത് സ്വാതന്ത്ര്യ പുലരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ പങ്ക് ചരിത്രം മനസ്സിലാക്കുന്ന ഒരാൾക്കും വിസ്മരിക്കാൻ സാധിക്കാത്തതാണ്. കാരണം ഇന്ത്യ മഹാരാജ്യത്തും വിശിഷ്യ പ്രത്യേകിച്ച് കേരളക്കരയിലും അന്ന് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വന്ന വെള്ളക്കാർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയവരിൽ പലരുടെയും പേരുകൾ മുസ്ലിം നാമങ്ങളാണ്, മുസ്ലിം നേതാക്കളാണ്. ഇന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെട്ടിരുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ ലണ്ടൻ എന്ന മഹാനഗരത്തിലിരുന്നു കൊണ്ട് വ്യത്യസ്തരായ രാജ്യങ്ങൾ നടത്തുന്ന വട്ടമേശ സമ്മേളനത്തിൽ കയറി ചെന്ന് എനിക്കെന്റെ രാജ്യം തരൂ, എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തരൂ, അല്ലെങ്കിൽ എന്നെ അടക്കാൻ 6 അടി മണ്ണ് തരൂ എന്ന് ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ വെച്ച് ബ്രിട്ടീഷുകാരോട്, രാജ്യങ്ങളോട് സംസാരിച്ചവനായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ. പിന്നീട് അദ്ദേഹം എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാത്ത കാലത്തോളം ആ രാജ്യത്തേക്ക് ഞാനില്ല എന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയുടെ അരികിൽ അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു. ഇന്നും മസ്ജിദുൽ അക്സ സന്ദർശിക്കാൻ പോകുന്ന ആളുകൾക്ക് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ കബറിടം അവിടെ കാണാനും സാധിക്കും. ഇങ്ങനെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഇന്ന് ചില ചരിത്രമറിയാത്ത ഫാസിസക്കാരൻ പറയുന്നത് പോലെ ഒരിക്കലും മുസ്ലിമീങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല. ഈ രാജ്യത്ത് തന്നെ ജനിക്കുകയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്തവരാ. ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കളും മുസ്ലിം സമൂഹത്തിന്റെ പണ്ഡിതന്മാരും പങ്കെടുത്ത ചരിത്രങ്ങൾ അനവധിയാണെങ്കിലും ഇന്ന് രാജ്യത്തിന്റെ അധികാര സ്ഥാനത്തിരുന്ന് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന പലരും അന്ന് ഷൂ പോളിഷിലായിരുന്നു. ഇന്ന് ചരിത്രം പരിശോധിച്ചു നോക്കുന്ന ആർക്കും തിരിച്ചറിയാൻ സാധിക്കും. ഈ കേരളക്കരയിൽ പോലും സാമൂതിരി രാജാവിന്റെ നാവികസേനയുടെ പടയാളിയായിരുന്ന കുഞ്ഞാലി മരയ്ക്കാർ കടല് കടന്നു വരുന്ന ആളുകൾക്ക് മുൻപിൽ വിരുമാറ് കാണിച്ചു കൊടുത്ത് ഈ രാജ്യത്തെയും കേരളത്തെയും മാപ്പള ജനതയെയും മലബാർ ജനതയെയും സ്വന്തം നെഞ്ചുക്കുകൊണ്ട് നേരിട്ടിരുന്ന കുഞ്ഞാലി മരയ്ക്കാർ, അതിനേക്കാളേറെ മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്ന സൺ ഓഫ് ഹൈദരലി ടിപ്പു സുൽത്താൻ, ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിച്ച് ഒളിപ്പോര് യുദ്ധം നടത്തി പട്ടിണി കടന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വെള്ളക്കാർക്കെതിരെ അങ്ങേയറ്റം പടപൊരുതിയിരുന്ന സൺ ഓഫ് ഹൈദരലി ടിപ്പു സുൽത്താൻ,
ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഇന്ത്യ എന്ന ഈ ഒരു രാജ്യത്തിന് വേണ്ടി പണിയെടുത്തവർ അനവധിയാ. എന്തിനേറെ കേരളത്തിന്റെ മണ്ണിൽ പോലും 1921 കേരളം കണ്ട ഏറ്റവും വലിയ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ലഹള, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടമായിരുന്ന മലബാർ ലഹള, മാപ്പിള ലഹള. 1921 അതിന് നേതൃത്വം കൊടുത്തത് ആലി മുസ്ലിയാരായിരുന്നു. അന്ന് ആലി മുസ്ലിയാരുടെ വലം കൈയായി നിന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന മഹാനായ വ്യക്തിത്വമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ, വെള്ളക്കാർക്കെതിരെ മാപ്പിള ലഹള ഇന്നും ലോകത്തിലെ ഇസ്ലാം അതല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ ലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം. ഇനി ആ ചരിത്രത്തിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോയാൽ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം 1921 കേരളത്തിൽ ഐക്യസംഘം എന്ന പേരിൽ മുജാഹിദ് പ്രസ്ഥാനം തുടക്കം കുറിക്കുന്നത്. ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻഗാമികളായ നേതാക്കന്മാർ KM മൗലവി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയും സാമൂഹിക പരിഷ്കരണങ്ങൾ നടത്തിയും അന്ന് മാപ്പിള ലഹളക്ക് പിന്നാലെ നിന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എഴുത്തിലൂടെയും വാക്കിലൂടെയും പോരാട്ടം നടത്തിയിരുന്നു KM മൗലവി. വക്കം മൗലവി തന്റെ തൂലികാ നാമങ്ങളിലൂടെ കേരളത്തിലുള്ള ജനങ്ങളെ ബോധവൽക്കരിച്ച് ഈ കേരളത്തിന്റെയും ഇന്ത്യ മഹാരാജ്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പേനയുന്തി ബ്രിട്ടീഷുകാരുടെ ചവിട്ട് മുഖത്തേറ്റിരുന്ന വക്കം മൗലവിയെ, സെയ്ദ് മൗലവിയെ പോലുള്ള ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാലഘട്ടത്തിലുള്ള നേതാക്കളാണ്. ഏത് ചരിത്രം പരിശോധിച്ചു നോക്കിയാലും ഇന്ന് കൊഞ്ഞനം കുത്തുന്നവന്റെ ഒരു പേര് പോലും കാണാത്ത ആ ചരിത്രത്തിനുള്ളിൽ ആർജവത്തോടെ കേരളീയ മുസ്ലിങ്ങൾക്കും ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിമീങ്ങൾക്കും പറയാൻ പറ്റും, ഈ ഇന്ത്യ മഹാരാജ്യത്തേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല മുസ്ലിം സമൂഹം. ഇവിടത്തെ ഹിന്ദുവിനോടൊപ്പം മുസൽമാനോടൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ രക്തം ചിന്തി ജീവൻ ത്യജിച്ച നിരവധി മഹാന്മാരോടൊപ്പം പങ്കെടുത്ത് ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വന്തം പേരെഴുതി ചേർത്തവരുണ്ട് എങ്കിൽ ആ എഴുതി ചേർത്ത പേരുകൾ മായ്ക്കാൻ വേണ്ടി ഏത് താജ്മഹലിന്റെ പേര് മാറ്റിയാലും ഏത് മൈസൂർ പാക്കിന്റെ പേര് മാറ്റിയാലും ചരിത്രം വായിക്കുന്ന തലച്ചോറ് പടയപ്പെടുത്താത്ത ആർക്കും തിരിച്ചറിയാൻ സാധിക്കും, ഇന്ത്യ മുസൽമാന്റേതും ക്രിസ്തുവിന്റേതും ഇന്ത്യ ഹിന്ദുവിന്റേതും കൂടിയ ബഹുസ്വര മതേതര വിശ്വാസികൾക്ക് നിയമ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന അനുവാദമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയെ വർഗീയത പറഞ്ഞും തമ്മിലടിപ്പിച്ചും തീവ്രവാദം നടത്തിയും ആളുകൾ ശത്രു രാജ്യങ്ങൾ കൊറ്റിക്കൊടുക്കുമ്പോ അവിടെയും നമ്മളെ ഉത്തരവാദിത്വം നമ്മൾ മറക്കാൻ പാടില്ല. ചേർന്ന് നിന്ന് ചേർത്ത് നിർത്തി ഓരോ ജീവിതത്തിന്റെ ഇടയിലും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കണം, രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി പണിയെടുക്കണം. ആ സുരക്ഷയും ആ രാജ്യത്തിന്റെ നന്മയുമാണ് ഏത് കാലഘട്ടത്തിലും നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ തിരിച്ചറിവോടുകൂടി ഈ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയെ ആ മനസ്സോടുകൂടി സ്വീകരിക്കാനും ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും അത് തടയപ്പെടുന്ന ഫാസിസക്കാരന്റെ തലച്ചോറിൽ നിന്ന് ഈ രാജ്യം മോചിപ്പിക്കപ്പെടാനും ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയങ്ങളെ മാറ്റാനും റബ്ബേ നിനക്കേ സാധിക്കൂ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥനയും പ്രവർത്തനവുമായി മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് നാഥ. ഞങ്ങളിൽ അസുഖം എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചോദിച്ചവരുണ്ട്. അങ്ങേയറ്റം രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ, എല്ലാവർക്കും എന്താണോ റബ്ബേ ഏറ്റവും ഹൈറായത് ആ ഹൈറിലേക്ക് അവർക്ക് ആശ്വാസം നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ. കടബാധ്യത കൊണ്ടും ഹറാമായ ലോണ് പോലെയുള്ള പലിശ ഇടപാടിലും പെട്ടുപോയവരുണ്ട് നാഥ. അതിൽ നിന്നെല്ലാം എളുപ്പം കടം വീട്ടി ഹലാലായ സമ്പാദ്യത്തിലേക്ക് എത്താൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. ഞങ്ങളുടെ നാടും രാജ്യവും ലോകത്തിന്റെ പല ഭാഗത്തും മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന കെടുതിയിൽ നിന്ന്
എല്ലാ വിശ്വാസി സഹോദരങ്ങൾക്കും ആത്യന്തികമായ വിജയവും സമാധാനവും നൽകി ഓരോ രാജ്യത്തോടും നീ കാരുണ്യം കാണിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.